എവ്രിവൺ. നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു? ദാ കിങ്ഡം ഫംഗയിൽ എത്തിയില്ലേ? അപ്പോൾ കിങ്ഡം ഫംഗയിൽ എത്തി. കിങ്ഡം മോണിറ കഴിഞ്ഞു, കിങ്ഡം പ്രോട്ടിസ്റ്റ് കഴിഞ്ഞു, അടുത്തായിട്ട് കിങ്ഡം ഫംഗെ. ഈ ചാപ്റ്ററിൽ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഒരു കിങ്ഡം ആണ്. നമ്മൾ കിങ്ഡം പ്ലാന്റിയും കിങ്ഡം അനിമേലിയും വേറെ ചാപ്റ്റേഴ്സിൽ നല്ല ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ടാവും. അപ്പോൾ കിങ്ഡം ഫംഗയും കൂടിയേ ഉള്ളൂ നല്ല മെനക്കെട്ട് പഠിക്കേണ്ടതായിട്ട്. ഓക്കെ, ഫംഗ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന ചിത്രം എന്തായിരിക്കും? പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ പ്ലാന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ മാവും പ്ലാവും തേക്കും തെങ്ങും ഒക്കെ വരാം. ആനിമേലിയ എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ സിംഹം, പുലി, മുയൽ, അണ്ണാൻ, ഉറുമ്പ് മുതൽ അങ്ങ് അറ്റം വരെ ഏറ്റവും വലിയ ഓർഗാനിസത്തിലേക്ക് വരെ എത്താം. വേണമെങ്കിൽ നീലത്തിമിംഗലം വരെ നമുക്ക് അനിമേലിയയിൽ പോവാം. മൊനീറ എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ബാക്ടീരിയ ഓർമ്മ വന്നു. പ്രോട്ടിസ്റ്റ എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് നമ്മുടെ പാരമീസിയം, യുഗ്ലീന, അമീബ ഇവരൊക്കെ ഓർമ്മ വന്നു. ഇനി ഫംഗ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആരെ ഓർക്കണം? നമ്മൾ മഷ്റൂംസ്, നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാൻ പറ്റുന്നുണ്ടല്ലോ മഷ്റൂംസ് അല്ലേ? നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മഷ്റൂംസ് ഉണ്ട്, വിയേർഡായിട്ടുള്ള മഷ്റൂംസും ഉണ്ട്. നമ്മൾ മഷ്റൂംസിനെ കഴിക്കാറുണ്ട്. പിന്നെ മഷ്റൂംസ് വെച്ചിട്ട് പണി കിട്ടിയ പല ആൾക്കാരെയും നമുക്ക് അറിയുകയും ചെയ്യാം അല്ലേ? ന്യൂസിലൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഇനി പോയ്സണസ് മഷ്റൂംസ് നിങ്ങൾക്കറിയാം ഇല്ലേ? നമ്മൾ എന്താ പറയുക, ഹാലൂസിനേഷൻസ് ഉണ്ടാക്കുന്ന മഷ്റൂംസ് ഉണ്ട്, മാജിക് മഷ്റൂംസ് ഉണ്ട്, അങ്ങനെ പല മഷ്റൂംസും നമുക്കറിയാം. അപ്പോൾ കിങ്ഡം ഫംഗയിലേക്ക് അങ്ങോട്ട് കയറിയാലോ? കിങ്ഡം ഫംഗയിൽ നമുക്ക് ആദ്യമായിട്ട് ഞാൻ ബേസിക്കായിട്ട് ഒരു കാര്യം പറഞ്ഞുതരാം. ഈ സൈഡിൽ നോക്കാം. ചിത്രം കണ്ട് അതിമനോഹരമായിട്ടുള്ള ചിത്രം കണ്ടിരുന്നോളൂ. ആദ്യമായിട്ട് നിങ്ങൾ ഈ ചാപ്റ്ററിലെ ഈ കിങ്ഡം പഠിക്കുമ്പോൾ, ഫംഗൈ കിങ്ഡം പഠിക്കുമ്പം മറ്റുള്ളതുപോലെയല്ല, ഇതിൽ ഓരോ എക്സാമ്പിൾസിൻ്റെ പേര് പറയുമ്പം നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ അവർ കാണാൻ എങ്ങനെയാണ് എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ ഞാനിപ്പം റൈസോപ്പസ് എന്ന് പറഞ്ഞു നിങ്ങളോട്. നിങ്ങൾ ആ ഒരു ടേം എഴുതാൻ പഠിക്കുക മാത്രമല്ല, അത് ആ റൈസോപ്പസ് എന്ന് പറയുന്ന ഓർഗാനിസം കാണാൻ എങ്ങനെ ഉണ്ടാവും, മൈക്രോസ്കോപ്പിക് ആണെങ്കിൽ അതിൻ്റെ മൈക്രോസ്കോപ്പിക് വ്യൂ എങ്ങനെ ഉണ്ടാവും. ഒരു ഇമേജ് നിങ്ങൾക്ക് റഫായിട്ട് വരയ്ക്കാൻ പറ്റിയൊരു ഇമേജ് നിങ്ങളുടെ മനസ്സിലേക്ക് വരണം. വന്നില്ലെങ്കിൽ ഞാൻ പറയുന്ന പോലെ എന്ത് ചെയ്യണം? നമ്മൾ എന്തെങ്കിലും സപ്പോസ് ഒന്ന് ടെക്സ്റ്റിൽ നോക്കുക, അല്ലെങ്കിൽ ഗൂഗിൾ എടുത്തുകൊണ്ട് സെർച്ച് ചെയ്യുക, ഗൂഗിളിൽ ടാപ്പ് ആൻഡ് ഫൈൻഡ് ഔട്ട് അത് എങ്ങനെയാണ്, അതിൻ്റെ ചിത്രം എങ്ങനെയാണ്, അതിൻ്റെ കാണാൻ എങ്ങനെയാണ്. ഇനിയിപ്പോൾ അത് ആ ചിത്രം കണ്ടാൽ തന്നെ നമുക്കറിയാം അത് ഏകദേശം അതിൻ്റെ ക്യാരക്ടേഴ്സ് എന്താണ്, എവിടെയൊക്കെ കാണാൻ പറ്റും എന്നൊക്കെ നമുക്ക് അതിൻ്റെ ഫോട്ടോസ് കണ്ടാൽ തന്നെ ഏകദേശം മൈൻഡിലേക്ക് വരും. പിക്ചർ ഇമേജാണ് നമ്മുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ തങ്ങി നിൽക്കുക എന്ന് പറയുന്നത്. എഴുതി പഠിക്കുന്നതൊക്കെ അതിൻ്റെ ചിത്രം കൂടി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട് മെമ്മറൈസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ആര്? കിങ്ഡം ഫംഗൈ. ഇവരുടെ ചിത്രത്തിൽ തന്നെ നമുക്ക് കണ്ടുപിടിക്കേണ്ട ചില ക്ലൂസ് ഉണ്ട്. ഇവരിപ്പോൾ ദാ ഈ ഒരു മഷ്റൂം നിൽക്കുന്ന ഈ ഒരു ലൊക്കാലിറ്റി വെച്ചിട്ട് തന്നെ നമുക്ക് എഴുതാൻ പറ്റുന്ന കുറച്ച് ക്ലൂസ് ഉണ്ട്. പഠിക്കാം, പോയാലോ? കിങ്ഡം ഫംഗൈ. ആദ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് 5 ഭാഗമായിട്ട് തിരിക്കാം. ഈ എൻറ്റയർ കിങ്ഡത്തിനെ ഓരോ ഗ്രൂപ്പിനെ പഠിക്കുമ്പോഴും നമുക്ക് 5 പോയിൻറ്റ്സ് ഇതിൽ വരുന്നുണ്ടോ എന്ന് നോക്കണം. ആദ്യത്തെ പോയിൻ്റ്, ഒന്നാമത്തെ പോയിൻ്റ്, ഈ കിങ്ഡത്തിൻ്റെ മേജർ ക്യാരക്ടേഴ്സ്. ഓക്കെ ഒരു കിങ്ഡത്തിൻ്റെ വേണ്ട, ഒരു ഗ്രൂപ്പിൻ്റെ ആയിക്കോട്ടെ, ഈ കിങ്ഡത്തിൽ വരുന്ന ആൾക്കാരുടെ മേജർ ക്യാരക്ടേഴ്സ് വരണം. രണ്ടാമത് അതിൻ്റെ ഹാബിറ്റേറ്റ് എന്ന് പറഞ്ഞാൽ അത് നിൽക്കുന്ന ലൊക്കാലിറ്റി. ഓക്കെ, അത് എവിടെയാണ്, അതിൻ്റെ ചുറ്റുപാടും എങ്ങനെയുള്ള സ്ഥലത്താണ് ഈ ഒരു ഫംഗിനെ കണ്ടുവരുന്നത് എന്നുള്ളത്. മൂന്നാമത്തത് അതിൻ്റെ ബോഡി ഓർഗനൈസേഷൻ ഓർ സെൽ ടൈപ്പ്. നമുക്ക് ബോഡീനെ എഴുതിയാലോ? ജസ്റ്റ് ബോഡി, ശരിക്കും ബോഡി എന്നല്ല പറയാം, നമുക്ക് എന്താണെന്നുള്ളത് കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം കേട്ടോ. ബോഡി ഓർഗനൈസേഷൻ, സെൽ ടൈപ്പും കൂടി നിന്നോട്ടെ. നാലാമത് ഇതിന് ന്യൂട്രീഷൻ, എങ്ങനെയാണ് ഇതിൻ്റെ ഫുഡ് എടുക്കുന്നത്, അതിൻ്റെ ഫുഡ് ടൈപ്പ് എന്താണ്, അത് ന്യൂട്രീഷൻ. ഈ ന്യൂട്രീഷനും ഇതിൻ്റെ ഹാബിറ്റായിട്ടും കുറച്ച് കഴിയുമ്പോൾ ഒന്ന് ഓവർലാപ്പായിട്ട് വരും കേട്ടോ. അതിൻ്റെ ഹാബിറ്റായിട്ടും ന്യൂട്രീഷനും ഒരുമിച്ച് നമ്മൾ പറയും. അഞ്ചാമത് ഫൈനലി അതിൻ്റെ റീപ്രൊഡക്ഷൻ. സോ ഈ 5 കാര്യങ്ങൾ നമ്മൾ ഈ ഓരോ ഗ്രൂപ്പിനെ, ഓരോ ഫംഗൽ ടൈപ്പിനെ പറ്റി പഠിക്കുമ്പോഴും
നമുക്ക് നമ്മുടെ ആൻസറിൽ വരുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തണം. അങ്ങനെയാണെങ്കിൽ മാർക്ക് എവിടെയും പോവില്ല, നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടാവും. ഈ 5 പോയിന്റ്സ് ഏതൊക്കെ? മേജർ ക്യാരക്ടേഴ്സ്, അതിൻ്റെ ഹാബിറ്ററ്റ് ഇങ്ങനെ 5 പോയിന്റ് ഹെഡിങ് കൊടുത്ത് എഴുതണം എന്നല്ല ഞാൻ പറയുന്നത്, മനസ്സിൽ വെക്കുക. ഈ 5 പോയിന്റ് വരുന്നുണ്ടോ എന്ന് നോക്കുക. മേജർ ക്യാരക്ടേഴ്സ്, ഹാബിറ്ററ്റ്, ബോഡി ഓർഗനൈസേഷൻ അല്ലെങ്കിൽ അതിൻ്റെ സെൽ ടൈപ്പ്, ന്യൂട്രീഷൻ, റീപ്രൊഡക്ഷൻ. മേജർ ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ അതിൻ്റെ മേജർ യൂസ്, എഡിബിൾ ആണെങ്കിൽ എഡിബിൾ, അല്ലെങ്കിൽ അതിന് വേറെ ഒരു പേരും കൂടി കോമൺ നെയിമായിട്ട് അറിയപ്പെടുന്ന ഒരു പേരുണ്ടെങ്കിൽ അതൊക്കെ ഈ മേജർ ക്യാരക്ടേഴ്സിൽ വരും. ഹാബിറ്ററ്റ് അതെവിടെ നിൽക്കുന്നു, നമുക്ക് എവിടെയൊക്കെ കാണാൻ പറ്റും ഈ മഷ്റൂം, അത്. അടുത്തത് ബോഡി ഓർഗനൈസേഷൻ, അതിൻ്റെ ബോഡി എങ്ങനെയാണ് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ പഠിക്കാമല്ലോ ഡീറ്റെയിൽ ആയിട്ട്. ഇപ്പം ഇത് മാത്രം അറിയാം അതിൻ്റെ ബോഡി എങ്ങനെയാണ്, അതിൻ്റെ സെൽ ടൈപ്പ് എങ്ങനെയാണ് എന്നുള്ളത്. ന്യൂട്രീഷൻ അതെങ്ങനെ ഫുഡ് എടുക്കുന്നു. റീപ്രൊഡക്ഷൻ എങ്ങനെ റീപ്രൊഡ്യൂസ് ചെയ്യുന്നു, പല വിധത്തിലുള്ള റീപ്രൊഡക്ഷൻ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, സോ ഇതൊക്കെ ഒന്ന് വായിച്ചു കളഞ്ഞാലോ. ഈ 5 പോയിന്റും മനസ്സിൽ വെച്ചേക്കണം, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കാം. നമുക്ക് അതൊക്കെ വരുന്നുണ്ടോ എന്ന് നോക്കാം കേട്ടോ. ഓക്കെ, അടുത്തതായിട്ട് അപ്പോൾ ആദ്യം ഏതാ വരേണ്ടത്? ആദ്യത്തേത് നമ്മുടെ അതിനെ മേജർ ക്യാരക്ടേഴ്സ് അല്ലേ. കിങ്ഡം ഫംഗയിലുള്ള മേജർ ക്യാരക്ടേഴ്സ് നമുക്ക് നോക്കിയാലോ. ടൈപ്പിനും മേജർ ക്യാരക്ടേഴ്സ് പഠിക്കണം. ഈ കിങ്ഡം ഫംഗി എൻറ്റയർ ആയിട്ടുള്ള കിങ്ഡത്തിന് 5 പോയിന്റ്, ഈ 5 പോയിന്റിൽ വരുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കിയാലോ. ഒന്നാമത്തെ പോയിന്റിൻ്റെ അണ്ടറിൽ എന്തൊക്കെ വരണം? ഒന്നാമത്തെ പോയിന്റിൻ്റെ അണ്ടറിൽ എന്തൊക്കെ വരണം? മേജർ ക്യാരക്ടേഴ്സ്. ഒന്ന്, ഫംഗി എഡിബിൾ ആണ്, എഡിബിൾ മഷ്റൂംസ് ഉണ്ട്, എഡിബിൾ ഫംഗി ഉണ്ട്. നമ്മൾ കഴിക്കുന്ന കൂണുകളൊക്കെ ഇല്ലേടാ, കൂണ് കഴിക്കില്ലേ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയിട്ട്? നല്ല ചിപ്പി കൂണുണ്ട്, ഓയിസ്റ്റർ മഷ്റൂംസ് ഉണ്ട് ഇല്ലേ, കുഞ്ഞു എന്താ പറയുക, ബ്രാക്കറ്റ് ഫംഗി അല്ല, ഈ ബോൾസ് പോലെയുള്ള മഷ്റൂംസ് ഇല്ലേ, അങ്ങനെയുള്ള കുറച്ച് മഷ്റൂംസ് ഉണ്ട്. അപ്പോൾ എഡിബിൾ മഷ്റൂംസ് അവരെ നമുക്ക് കഴിക്കാൻ പറ്റും, ഈറ്റബിൾ ആണ്. ഇനി എഡിബിൾ മഷ്റൂംസ് എന്ന് പറയേണ്ടത് എഡിബിൾ ഫംഗി എന്നായിക്കോട്ടെ, മഷ്റൂംസ് മാത്രമല്ലല്ലോ. ഫംഗി നമ്മുടെ ഈസ്റ്റ് ഇല്ലേ, ഈസ്റ്റ് ഒരു ഫംഗിയാണ്, എഡിബിൾ ആണല്ലോ, എഡിബിൾ ഫംഗി. എടാ ഈ ഫംഗി എന്ന് ഞാൻ പറയുമ്പം ചിലർ ഫഞ്ചൈ എന്ന് പ്രൊണൗൺസ് ചെയ്യും. ഞാൻ യൂഷ്വലി ഫംഗി എന്നാണ് പറയുക, രണ്ടും പ്രൊണൗൺസ് ചെയ്ത് കേട്ടിട്ടുണ്ട്. ഓക്കെ, എഡിബിൾ ആയിട്ടുള്ളത്. രണ്ടാമത് നമുക്ക് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ ഉള്ളത്. ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുക, വാണിജ്യപരമായിട്ടുള്ള, വ്യാപാരപരമായിട്ടുള്ള, നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് പ്രോഡക്റ്റ്സ് ഉണ്ടാക്കുക, അങ്ങനെയുള്ളത്. ഫോർ എക്സാമ്പിൾ നമ്മൾ ബ്രെഡ് നോക്കുകയാണെങ്കിൽ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ ആണ്. ബീർ ഓക്കെ, ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസ് ആയിക്കോട്ടെ, ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ. ഇനി പാരസൈറ്റിക് ആയിട്ടുള്ള ഫംഗി ഉണ്ട്. പാരസൈറ്റിക് ഒന്നും എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇനി പാരസൈറ്റിക് മറ്റുള്ളവരെ ആശ്രയിച്ചിട്ട് മറ്റുള്ളവരുടെ അടുത്തുനിന്നും അതിൻ്റെ ഫുഡ് തട്ടിപ്പറിച്ചെടുക്കുന്ന പരിപാടിയാണ് പാരസൈറ്റിസം. ഓക്കെ, പാരസൈറ്റിക് ഫംഗി ഉണ്ട്. ഡിസീസ് ഉണ്ടാക്കുന്ന ഫംഗി ഉണ്ട് ഇല്ലേ. ഈ യൂസ് മുഴുവൻ പറഞ്ഞാലും ബാക്കി അവസാനം എന്തെങ്കിലും കുറ്റം പറയാനുണ്ടാവും. അവർ നമുക്ക് രോഗങ്ങൾ പരത്തുന്ന ഫംഗിയും നമുക്ക് കാണാൻ പറ്റും. സോ ഡിസീസ് കോസിങ് ഫംഗി ഓർ സിംപ്ലി വി ക്യാൻ സേ പാത്തോജനിക് ഫംഗി. പാരസൈറ്റിക് എന്ന് മാത്രമേ ഇതിലോ, അപ്പോൾ പാത്തോജനിക്. അപ്പോൾ ഈ 5 മേജർ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ്? എഡിബിൾ ഉണ്ട്, ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ ഉണ്ട്, പാരസൈറ്റിക് ഫംഗി ഉണ്ട്, പാത്തോജനിക് ഫംഗി ഉണ്ട്. നമുക്ക് നോക്കാം. ഓക്കെ, ഒരു ഫംഗിയും കൂടി ഉണ്ട് കേട്ടോ, നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാം. ഫംഗി ഇൻ മെഡിസിൻ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, എഡിബിൾ ഫംഗി കഴിക്കാൻ പറ്റുന്ന മഷ്റൂംസ് ഉണ്ട്, മഷ്റൂംസ് ഓർ എനി ഫംഗി. പാരസൈറ്റിക് ഫംഗി ഉണ്ട്. ഫംഗി ഇൻ ഇൻഡസ്ട്രി, അതായത് ബ്രെഡ് ആൻഡ് ബിയർ, ബ്രെഡ് മേക്കിങ്ങും ബിയർ മേക്കിങ്ങിനും ഒക്കെ നമ്മൾ ഫംഗിനെ യൂസ് ചെയ്യുന്നുണ്ട്. പാത്തോജനിക് ഫംഗി ഇൻ മെഡിസിൻ. എഡിബിൾ ഫംഗിക്ക് എക്സാമ്പിൾ ഏതൊക്കെയാണ്? എഡിബിൾ ഫംഗി ഇതൊക്കെ എഡിബിൾ ഫംഗിയാണ് അല്ലേ. ഈസ്റ്റ് ഒരു എഡിബിൾ ഫംഗിയാണ്. അതാ ചിത്രം നോക്കിക്കേ, ഈസ്റ്റ് ഒരു എഡിബിൾ ഫംഗിയാണ്. ഇതിൽ ഈസ്റ്റ് ഈ സ്പൂണിലുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് കുറച്ചും കൂടി ഫെമിലിയർ ആയിരിക്കും. ഇതൊരു ഫംഗസ് ആണ്. ഫംഗസ് ഒക്കെയാണ് നമ്മൾ ഈ ഫുഡിൽ കുത്തി ഇളക്കുന്നത്. പിന്നെ ഇതെന്താണ്? പാരസൈറ്റിക് ഫംഗിയാണ്. എക്സാമ്പിള് നമ്മുടെ ബെറിബെറി പ്ലാന്റിന് ഇൻഫെക്റ്റ് ചെയ്യുന്ന ഒരു ഫംഗിയാണ് ഇത്. ഇത് ബെറിബെറി പ്ലാന്റ് ആണ്. ഇതൊരു ഫംഗസ് ആണ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം കേട്ടോ. അടുത്തത്
ഫംഗൈ ഇൻ ഇൻഡസ്ട്രി, ബ്രെഡിനും ബിയറിനും ഒക്കെ, അതും ഈസ്റ്റ്, സെക്കാരോമൈസസ് സെർവീസിയെ, നമ്മുടെ ഈസ്റ്റ് ഒക്കെ നമ്മൾ ബ്രെഡ് ഉണ്ടാക്കാനും ബിയർ ഉണ്ടാക്കാനും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പാത്തോജനിക് ഫംഗൈ, പാത്തോജനായിട്ട് കോസ് ചെയ്യുന്ന ചില ഫംഗൈസ് ഉണ്ട്. ആൻഡ് ഫംഗൈ ഇൻ മെഡിസിന്. പാത്തോജനിക് എന്ന് പറയുമ്പോൾ ഡിസീസ് കോസിങ് ആണ്, ഡിസീസ് ഉണ്ടാക്കുന്ന, നേരത്തെ പറഞ്ഞില്ലേ ലീഫ്, ബെറി പ്ലാന്റിൻ്റെ ലീഫിൽ. പിന്നുള്ളത് ഫംഗൈ ഇൻ മെഡിസിന്, മെഡിസിൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫംഗസിനെ യൂസ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ പെനിസിലിയം നൊട്ടേറ്റം എന്ന് പറയുന്ന ഫംഗസിൽ നിന്നുണ്ടാക്കിയിട്ടുള്ള മെഡിസിനാണ്. ഇതൊക്കെ നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള എക്സാമ്പിളാണ്. ഇതാണ് പെനിസിലിയം നൊട്ടേറ്റം. ഓക്കെ, പെനിസിലിൻ എന്ന് പറയുന്ന ആൻറ്റിബയോട്ടിക് ഇതിൽ നിന്നുമാണ് ഉണ്ടാക്കുന്നത്. ഇതൊന്ന് ശ്രദ്ധിച്ച് വെച്ചേക്കണേ, ഈ ചിത്രം ഒന്ന് ഓർത്ത് വെച്ചേക്കണേ. ഇതുപോലെ സിമിലർ ആയിട്ടുള്ളൊരു ചിത്രം നമ്മൾ കുറച്ച് കഴിയുമ്പോൾ പഠിക്കും. ഈ ചിത്രം ഒന്ന് നോക്കി വെച്ചേക്കണേ. കണ്ടോ, ഇത് കാണുന്നുണ്ടോ? ഇനി ഒന്നാമത്തെ ഹെഡിങ്ങിലുള്ളത് കഴിഞ്ഞു. അതിൻ്റെ മേജർ ക്യാരക്ടേഴ്സ്, നമ്മൾ ഫംഗൈ എന്ന് പറയുന്ന കിങ്ഡത്തിൻ്റെ മേജർ ക്യാരക്ടേഴ്സ് പറഞ്ഞേ. അടുത്തതായിട്ട് നമുക്ക് രണ്ടാമത്തെ ഹെഡിങ്ങിൻ്റെ അടിയിൽ എന്ത് വരും നോക്കാം. രണ്ടാമത്തെ ഹെഡിങ് എന്തായിരുന്നു? അതിൻ്റെ ഹാബിറ്റാറ്റ് അല്ലേ. ഇങ്ങനെ ഹെഡിങ് ഒന്നും എഴുതിയിട്ട് നോട്ട് എഴുതണമെന്നില്ല, ഞാൻ ജസ്റ്റ് എഴുതിയതാണ്. ഹാബിറ്റാറ്റ്. എവിടെയാണ് ഫംഗസിനെ കാണുന്നത്? കിങ്ഡം ഫംഗൈ കോസ്മോപോളിറ്റൻ ഡിസ്ട്രിബ്യൂഷനാണ്. വാട്ട് ഡു യു മീൻ ബൈ കോസ്മോപോളിറ്റൻ ഡിസ്ട്രിബ്യൂഷൻ? നമുക്ക് എവിടെയും കാണാൻ പറ്റും, ത്രൂ ഔട്ട് ദ വേൾഡ്. ഈവൻ നമ്മുടെ എയർ എടുത്താൽ, നമ്മൾ ശ്വസിക്കുന്ന ഈ എയറിലുണ്ട് ഫംഗസ്, നമ്മുടെ സോയിലുണ്ട് ഫംഗസ്, നമ്മൾ ഡ്രിങ്ക് ചെയ്യുന്ന വാട്ടറിൽ കാണാം ഫംഗസിനെ. ഈവൻ ഒരു ആനിമൽ ബോഡിയിൽ, ഒരു പ്ലാന്റ് ബോഡിയിൽ എടുത്ത് നോക്കിയാൽ പോലും നമുക്ക് ഫംഗസിനെ കാണാൻ പറ്റും. പാരസൈറ്റിക് ആയിട്ട് നിൽക്കുന്നുണ്ടാവും, പാത്തോജനിക് ആയിട്ട് അവർ നിൽക്കുന്നുണ്ടാവും. മനസ്സിലായില്ലേ? അപ്പോൾ ഫംഗസ് കോസ്മോപോളിറ്റൻ ഇൻ ഡിസ്ട്രിബ്യൂഷൻ ആണ്. എവിടെ വേണമെങ്കിലും കാണാൻ പറ്റും. കോസ്മോപോളിറ്റൻ ഇൻ ഡിസ്ട്രിബ്യൂഷൻ. നമുക്ക് എവിടെയൊക്കെ കാണാൻ പറ്റും? നമ്മുടെ എയറിൽ കാണാം, വാട്ടറിൽ കാണാം, സോയിലിൽ കാണാം, ഓൺ ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ്. ഓക്കെ, ഇതാ നോക്കിക്കേ, ഈ ഹെറ്ററോട്രോപ്പിക് എന്ന് പറയുന്ന ന്യൂട്രീഷനിൽ വരുന്നതാണ്. ഇവിടെ വന്നെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. കോസ്മോപോളിറ്റൻ ആൻഡ് ഒക്കർ ഇൻ എയർ, വാട്ടർ, സോയിൽ ആൻഡ് ഓൺ ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ്. ആൻഡ് ഓൾസോ ഇവരെവിടെയാണ് കാണുകയെന്നറിയോ? കൂടുതലായിട്ടും കുറച്ച് ഒരു ഹ്യൂമിഡായിട്ടുള്ള, കുറച്ച് ഹ്യൂമിഡിറ്റി അവൈലബിലിറ്റി ഉള്ള, അതുപോലെ കുറച്ച് വാമായിട്ടുള്ള അങ്ങനെയുള്ള കണ്ടീഷനിലാണ് ഫംഗസിനെ കാണുക. പ്രിഫർ ടു ഗ്രോ ഇൻ വാം ആൻഡ് ഹ്യൂമിഡ് പ്ലേസസ്. അവർ പ്രിഫർ ചെയ്യുന്നത് കൂടുതലായിട്ടും ഒരു വാമും ഹ്യൂമിഡും ആയിട്ടുള്ള പ്ലേസസിൽ വളരാൻ വേണ്ടിയിട്ടാണ്. ഫൈൻ. ഇതുകൊണ്ടാണ് എന്ത് പറയുന്നത്, നമ്മൾ ഫുഡൊക്കെ ഇവർ ഈ കോസ്മോപോളിറ്റൻ ഡിസ്ട്രിബ്യൂഷൻ ആണ്, എയറിലുണ്ട്, വാട്ടറിലുണ്ട്, സോയിലുണ്ട്, ഇവരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ. അതുകൊണ്ട് തന്നെ നമ്മളെ ഫുഡ് കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് റെഫ്രിജറേറ്ററിൽ വെക്കണം എന്ന് പറയുന്നതാണ്. റെഫ്രിജറേറ്ററിന് വേണമെന്നൊന്നുമില്ല, നല്ലപോലെ അടച്ച് വെക്കണം. എന്നാലും വരും ഇല്ലേ, പുറത്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഫംഗസ് വരും. കാരണം എന്താ, നമ്മൾ ഒരിക്കലും വാക്വം ആയിട്ടുള്ള ഒരു ചാമ്പറിലൊന്നല്ല നമ്മളെ വീട്ടിലെടുത്ത് വെക്കുക. അതായത് പാത്രത്തിൻ്റെ ഉള്ളിൽ എന്തായാലും എയർ ഉണ്ടാവും, ആ എയറിലുണ്ടാവും ഫംഗസ്. അങ്ങനെ കേടുവരാം, അല്ലെങ്കിൽ മൈന്യൂട്ട് പോർസിലൂടെ ഈ ഫംഗസ് ഉള്ളോട്ട് വരാം. ഫംഗസ് മാത്രമല്ല, ബാക്ടീരിയാസിനും വരാം. അപ്പം ഫുഡ് സ്പോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട്, ഫുഡ് സ്പോയിൽ ചെയ്യാൻ കാരണക്കാരായിട്ടുള്ള വൺ ഓഫ് ദ മേജർ ഓർഗാനിസമാണ് ഫംഗസ് എന്ന് പറയുന്നത്. ഈവൻ നമ്മൾ യൂസ്ഫുള്ളായിട്ട് ഈ ഫംഗസിനെ ഇങ്ങനെ യൂസ് ചെയ്യാം. എങ്ങനെ? എയറിൽ കാണുന്ന ഫംഗസിനെ അഡ്വാൻറ്റേജ് ആയിട്ട് എടുക്കാം. മാവ് പുളിപ്പിക്കുക, ദോശ ഉണ്ടാക്കാൻ, ഇഡ്ഡലി ഉണ്ടാക്കാൻ, വെള്ളയപ്പം ഉണ്ടാക്കാൻ, അങ്ങനെയുള്ള കുറച്ച് ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാവ് പുളിപ്പിക്കുക എന്ന് പറയും. എങ്ങനെയാണ് ചെയ്യുക? തലേ ദിവസം മാവൊക്കെ അരച്ച് വെച്ച് നമ്മൾ ഒന്നെങ്കിൽ അടച്ച് ഇങ്ങനെ നമ്മുടെ അടുക്കളയിലൊക്കെ വെച്ച് പോവും പണ്ടൊക്കെ. ഇപ്പോഴൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്? നമ്മൾ ഈസ്റ്റ് വാങ്ങിയിട്ട് അതിലിട്ട് ഇളക്കും. ഇപ്പോഴും പണ്ടും ഉള്ള ഐഡിയ എന്താണ്? ഫംഗസ് വന്ന്, ഈസ്റ്റ് വന്ന് ഈ മാവിനെ പുളിപ്പിക്കണം. അതായത് അതിന് ഫെർമെൻറ്റേഷൻ നടത്തണം. ഇതൊക്കെ നമ്മൾ ഇനി അങ്ങോട്ടുള്ള ചാപ്റ്റേഴ്സിലൊക്കെ ഈ ഫെർമെൻറ്റേഷൻ എന്താണെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഓക്കെ, അപ്പോൾ ഈ മാവ് പുളിപ്പിക്കണം. ഇതിന് പണ്ട് ഈസ്റ്റ് ഒന്നുമില്ല. ഇപ്പം നമ്മൾ ഈസ്റ്റ് ആർട്ടിഫിഷ്യലായിട്ട് അതിലേക്ക് ഇടും.
അതായത് എന്താണ് ആ ഐഡിയ? പണ്ട് കാലത്തേ അറിയാം ഈ അറ്റ്മോസ്ഫിയറിൽ ഫംഗസ് ഉണ്ട്, അത് ഈ മാവിനെ പുളിപ്പിക്കും എന്നുള്ളത്. ഇനിയിപ്പോൾ ഫംഗസ് എന്ന് അറിഞ്ഞിരിക്കണമെന്നൊന്നുമില്ല. പണ്ട് കാലത്തുള്ള ആൾക്കാർക്ക് അറിയാം ഈ മാവ് പുറത്തെടുത്ത് വെച്ചാൽ അത് താനേ പുളിക്കും. അതിൻ്റെ സയൻറ്റിഫിക് ബേസിസ് ഒക്കെ നമ്മളിപ്പം നമുക്ക് വേണമെങ്കിൽ അറിയാത്ത ആൾക്കാർക്കൊക്കെ പറഞ്ഞു കൊടുക്കാൻ മതി ഇതുകൊണ്ടാണെന്ന് കേട്ടോ. അപ്പോൾ കോസ്മോപൊളിറ്റൻ ഡിസ്ട്രിബ്യൂഷൻ, അതായത് ഒക്കർ ഇൻ എയർ, വാട്ടർ, സോയിൽ ആൻഡ് ഓൺ ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ്. ആൻഡ് നെക്സ്റ്റ് മൂന്നാമത്തെ ഹെഡിങ്ങിൽ വരുന്ന ആൾക്കാരാണ് ഫംഗൽ ബോഡി. മൂന്നാമത്തെ എന്തായിരുന്നു മൂന്നാമത്തെ ഹെഡിങ് എന്തായിരുന്നു? മൂന്നാമത്തെ പോയിന്റ് എന്തായിരുന്നു? അതിൻ്റെ സെല്ലുലാർ ഓർഗനൈസേഷൻ, ബോഡി ഓർഗനൈസേഷൻ, പിന്നെ അതല്ലെങ്കിൽ സെൽ ടൈപ്പ്. ഫംഗയുടെ ബോഡി എന്ന് പറയുന്നത് നോർമലി, നമുക്ക് നേരത്തെ സൈഡ് തന്നെ എടുത്താലോ, അവിടെ എഴുതാം അല്ലേ, ഇനിയിപ്പോൾ മായച്ചുണ്ടാക്കണം വേണ്ട. ഓക്കെ, ഇവിടെ നോക്കിക്കേ, ഫംഗയുടെ ബോഡി എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും ഫംഗൽ ബോഡി എന്നല്ല പറയുക. ഇനി അങ്ങോട്ട് ഫംഗൽ താലസ് എന്നായിരിക്കും ഞാൻ പറയാം. ഫംഗൽ താലസ് എന്താണ്? ഇങ്ങനെയുള്ള സ്മോൾ സ്ട്രാൻഡ്സ് ആയിരിക്കും, ത്രെഡ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ആയിരിക്കും ഫംഗലിൻ്റെ ബോഡി എന്ന് പറയുന്നത്. ഫംഗയുടെ ബോഡി ഇങ്ങനെ സ്ട്രാൻഡ്സ് ആയിരിക്കും, സ്മോൾ ഹെയർ ത്രെഡ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ആയിരിക്കും. ഇതാണ് ഫംഗൽ ബോഡി. ഇതിനെയൊക്കെ നമുക്ക് ഹൈഫ എന്ന് വിളിക്കാം. ഓരോ സ്ട്രാൻഡ്സിനെയും, ഒരു സിംഗിൾ സ്ട്രാൻഡിനെയും നമുക്ക്, അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ഓഫ് സ്ട്രാൻഡിനെ നമുക്ക് എന്ത് വിളിക്കാം? ഹൈഫ എന്ന് വിളിക്കാം. ഇനി എൻറ്റയർ ഒന്നായിട്ട് എല്ലാ ഹൈഫയും കൂടി എൻറ്റയർ നെറ്റ്വർക്ക് ഫോം ചെയ്താൽ ഇതിനെ നമുക്ക് മൈസീലിയം എന്ന് വിളിക്കാം. മൈസീലിയം, ഫംഗൽ മൈസീലിയം, ഫംഗൽ ഹൈഫേ, ഫംഗൽ താലസ്, ഈ ടേംസ് ആയിരിക്കും ഇനി അങ്ങോട്ട് യൂസ് ചെയ്യുന്നുണ്ടാവുക. ഫംഗൽ ബോഡി അല്ല, ഫംഗൽ താലസ് ആണ്. ഫംഗയുടെ താലസ് ആണ് നമ്മൾ പ്ലാൻ ബോഡി എന്ന് പറയും. എന്ന് വെച്ച് നമ്മൾ ഫംഗൽ ബോഡി എന്ന് പറയില്ല, ഫംഗൽ താലസ്. ഓക്കെ, ഫംഗൽ താലസ് ഒരു കുഞ്ഞു ഓർഗാനിസമാണ്, ക്ലാസിഫിക്കേഷനിൽ പ്ലാന്റിനൊക്കെ താഴെ വരുന്നതാണ്. അതുകൊണ്ട് നമ്മൾ താലസ് എന്നാണ് വിളിക്കുക, ബോഡി എന്ന് വിളിക്കില്ല. കാരണം എന്താ, നമ്മളെ പ്ലാന്റിനൊക്കെ ഉള്ള പോലെ റൂട്ടോ സ്റ്റെമ്മോ ലീഫോ അങ്ങനെയൊന്നും ഇല്ല. അതുകൊണ്ട് നമുക്ക് താലസ് എന്ന് വിളിച്ചാൽ മതി. സിമ്പിൾ ഓർഗാനിസം ആണ്. അവരുടെ താലസ് എങ്ങനെയാണ്? സ്മോൾ സ്ട്രാൻഡ്സ് വെച്ചിട്ടായിരിക്കും. ഇതിനെ ഓരോ സ്ട്രാൻഡ്സിനെ നമുക്ക് ഹൈഫ എന്ന് വിളിക്കാം. ഇവരെല്ലാവരും കൂടി ഒരു നെറ്റ്വർക്ക് ഫോം ചെയ്യും, അതിനെ മൈസീലിയം എന്ന് വിളിക്കാം. ആൻഡ് ഫംഗെ യൂക്കാരിയോട്ട് ആണോ പ്രോകാരിയോട്ട് ആണോ? ഓഫ്കോഴ്സ് യൂക്കാരിയോട്ട് ആണല്ലേ. അതിൽ കൺഫ്യൂഷൻ ഒന്നുമില്ല, നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷനും ഇല്ലല്ലോ. ആരാണ് പ്രോകാരിയോട്ട് ഉള്ളത്? ഏത് കിങ്ഡമാണ് നമ്മൾ പഠിച്ചത്? ഏക കിങ്ഡം, വൺ ആൻഡ് ഓൺലി കിങ്ഡം ദാറ്റ് കൺസിസ്റ്റ് ഓഫ് പ്രോകാരിയോട്ടിക് ഓർഗാനിസം. ഇറ്റ് ഈസ് മുനീറ കിങ്ഡം. മുനീറ മാത്രമാണ് പ്രോകാരിയോട്ടിക് ഓർഗാനിസം കൺസിസ്റ്റ് ചെയ്യുന്ന കിങ്ഡം ഉള്ളത്. ഇനി അപ്പോൾ കിങ്ഡം ഫംഗെ ഏതാണ്? യൂക്കാരിയോട്ട് ആണല്ലേ. യൂക്കാരിയോട്ട് വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഒക്കെ ഉള്ള സെൽസ് ആണ് യൂക്കാരിയോട്ടിക് ഓർഗാനിസമായിട്ടുള്ള നമ്മൾ ഫംഗയിലുള്ളത്. ഇനി ഇവരുടെ സെൽ വാളിൻ്റെ ടൈപ്പ് എന്താണ്? നമ്മളെ ടേബിൾ 2.1 നമ്മുടെ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ നമ്മൾ അതിൻ്റെ സെൽ വാളൊക്കെ പഠിച്ചിട്ടുണ്ട്. സെൽ വാൾ എന്ത് വെച്ചിട്ടാണ് ഫോം ചെയ്തത്? കൈറ്റിൻ പ്ലസ് പോളിസാക്രൈഡ് ആണ് അല്ലേ, പോളിസാക്രൈഡ് ആണ്. സോ ഇതാണ് അതിൻ്റെ മേജർ ബോഡീൻ്റെ ഓർഗനൈസേഷൻ പറഞ്ഞത്. ഫംഗൽ ബോഡി ഫിലമെൻറ്റസ് ആണ്. ഇനി ഇവിടെ ഒരു സാധനം കൊടുത്ത് കണ്ടോ, എക്സെപ്റ്റ് ഈസ്റ്റ്. എല്ലാ ഫംഗയുടെ ബോഡിയും ഫിലമെൻറ്റസ് ആണ്, അല്ലെങ്കിൽ ത്രെഡ് ലൈക്ക് ആണ്. ലോങ് സ്ലെൻഡർ ത്രെഡ് ലൈക്ക് സ്ട്രക്ചർ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എക്സെപ്റ്റ് ഫംഗ എല്ലാത്തിലും ഉണ്ടാവില്ല. എങ്ങനെ ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്ന ഒരാൾ ഇതിൽ നമ്മൾ ഫംഗൽ മൈസീലിയം, ഫംഗൽ ഹൈഫേ, ഫംഗൽ താലസ് നമ്മൾ ഫിലമെൻറ്റസ് ആണ് എന്നൊക്കെ പറഞ്ഞു. എന്നാലും ഇവിടെ ഒരാളുണ്ട്, നമ്മുടെ ഈസ്റ്റ്. ആരാണ്? ഈസ്റ്റ്. നമ്മൾ മാവ് പുളിപ്പിക്കാൻ എടുത്തിടുമെന്ന് പറഞ്ഞില്ലേ, ഈസ്റ്റ്. എന്തിനാ? എഡിബിൾ ആയിട്ടുള്ള ഫംഗയിലും അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷനും കൂട്ടിയിട്ടുള്ള നമ്മുടെ ആ ഈസ്റ്റ് തന്നെയാണ് ഈ ഈസ്റ്റ്. ഇവരുടെ ബോഡി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു യൂണിസെല്ലുലാർ ബോഡിയാണ്, മൾട്ടി സെല്ലുലാർ അല്ല. ഇവരൊക്കെ എങ്ങനെയാണ്? ഇവർ വലിയ ഫിലമെൻ്റ് അല്ലടാ. അപ്പോൾ ഇവർ മൾട്ടി സെല്ലുലാർ ആണ്. മൾട്ടി സെല്ലുലാർ ആണ്. ഈ ഈസ്റ്റ് ആണെങ്കിലോ യൂണിസെല്ലുലാർ ആണ്. ഓക്കെ, ഈസ്റ്റ് യൂണിസെല്ലുലാർ ആണ്. സോ എൻറ്റയർ ഓർഗാനിസംസ് ഇൻ ദ കിങ്ഡം ഫംഗെ ബിലോങ്സ് ടു ഫിലമെൻറ്റസ് ഓർഗാനിസം. ഫിലമെൻറ്റസ് ഫംഗയാണ് ഇവർ, എക്സെപ്റ്റ് നമ്മുടെ ഈസ്റ്റ് ബിക്കോസ് ഈസ്റ്റ് ഇസ് എ യൂണിസെല്ലുലാർ ഓർഗാനിസം. ഈ ത്രെഡ് ലൈക്ക് സ്ട്രക്ചേഴ്സിനെ നമ്മൾ ഹൈഫേ എന്ന് വിളിച്ചു. നെറ്റ്വർക്ക് ഓഫ് ഹൈഫേനെ നമ്മൾ മൈസീലിയം എന്ന് പറഞ്ഞു. ഇനി വേറൊരു കാര്യം കൂടി ഉണ്ട്, ഇവിടെ നോക്കണേ.
ഇവരുടെ ഫംഗൽ ഹൈഫയാണ് ഈ കാണിച്ചത്. ഇവരുടെ ഫംഗൽ ഹൈഫയിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഫുൾ എന്തുണ്ടാവും? ഇതിൻ്റെ ഉള്ളിൽ ഫുൾ എന്തുണ്ടാവുകടാ? സെൽസ് അല്ലേ ഉണ്ടാവുക? ഈ സെൽസ് ഇങ്ങനെ കാണാം. സെൽസിൻ്റെ ന്യൂക്ലിയസ് ആയിട്ട് പ്രോട്ടോപ്ലാസം മുഴുവനായിട്ട് ഇങ്ങനെ ഒഴുകിയിട്ട് അതിൽ ഈ ന്യൂക്ലിയസുകൾ ഇങ്ങനെ കാണാം. ഇങ്ങനെയുള്ള മൈസീലിയം ഉണ്ടാവാം. ഇതൊരു ഫംഗിയാണെന്ന് വിചാരിക്കണേ. ഇനി ഇങ്ങനെ ഇടയ്ക്ക് ഓരോ വാള് പോലെ ഇങ്ങനെയുള്ള ഫംഗിയും ഉണ്ടാവാം. അതായത് ഓരോ ന്യൂക്ലിയസ് ഓരോരോ വാളിൻ്റെ ഇടയിൽ ഇങ്ങനെ സെല്ലുകൾ കണക്ട് ചെയ്ത് മാല പോലെ ഒരു മൈസീലിയം അല്ലെങ്കിൽ ഒരു ഹൈഫെ അല്ലെങ്കിൽ ഒരു താലസ് ഉണ്ടാക്കിയ രീതിയിലാവാം. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സെപ്റ്റ ഒന്നും ഫോം ചെയ്യാതെ ഇങ്ങനെയാവാം. ഇവരെ നമുക്ക് സീനോസൈറ്റിക് എന്ന് പറയാം. സീനോസൈറ്റിക്. ഇനി ഒരിക്കലും ഇതിനെ കോ ആനോസൈറ്റിക് എന്നൊന്നും വായിക്കരുത്. എനിക്ക് അബദ്ധം പറ്റിയിട്ടുള്ളതാണ് ഞാൻ പണ്ട് പഠിക്കുമ്പോൾ. ഓക്കെ, സീനോ എന്നാണ്. COE ആണ് സീനോ. ഓക്കെ, സീനോസൈറ്റിക് ആണ്. ഇതാണെങ്കിലോ സെപ്റ്റേറ്റ് ഹൈഫേ. സെപ്റ്റ ഓരോ സെപ്റ്റ ഫോം ചെയ്യും. ഓരോരോ അതിരുകളുണ്ടാവും, ഓരോ വോൾസ് ഉണ്ടാവും. ഓക്കെ, അതാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. നോക്കിക്കേ, സെപ്റ്റേറ്റ് ആൻഡ് സീനോസൈറ്റിക് ഹൈഫേ. സെപ്റ്റേറ്റ് ഏതാണ്? ക്രോസ് വാൾസ് ഉള്ളത്, അല്ലെങ്കിൽ സെപ്റ്റാസ് ഫോം ചെയ്യുന്നത്. സീനോസൈറ്റിക് ഏതാണ്? സീനോസൈറ്റിക് ഹൈഫേ എന്താണടാ? സെപ്റ്റാസ് ഒന്നുമില്ല, നോൺ സെപ്റ്റേറ്റ് ആണ്. സീനോസൈറ്റിക് ഇവരുടെ പ്രോട്ടോപ്ലാസത്തിൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ന്യൂക്ലിയസുകൾ എങ്ങനെ അറേഞ്ച് ചെയ്ത് കാണാൻ പറ്റും. ഇനി സെൽ വോൾ ഏതാണ്? കൈറ്റിൻ ആൻഡ് പോളിസാക്കറൈഡ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി അടുത്ത ഹെഡിങ് എന്താണ്? നമ്മുടെ ഇത് കഴിഞ്ഞു. ഏതാണ്? സെൽ ഓർഗനൈസേഷൻ കഴിഞ്ഞു. നമ്മളെ മൂന്നാമത്തെ ഹെഡിങ് കഴിഞ്ഞു. അടുത്ത ഹെഡിങ് ഏതാണടാ? ന്യൂട്രീഷൻ ആണല്ലേ. നാലാമത്തെ ഹെഡിങ് ന്യൂട്രീഷൻ പറയുകയാണെങ്കിൽ എങ്ങനെയാണ് ഫംഗസ് ഞാൻ ടേബിൾ നമ്മൾ 2.1 പഠിപ്പിച്ചപ്പോഴേ പറഞ്ഞതാണ്. ഫംഗസ് മടിയനാണ്, സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കില്ല, ബാക്കിയുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളാണ്. അപ്പോൾ ആരാണത്? ഓട്ടോട്രോപ്പിക് ആണോ? അല്ലല്ലോ, ഹെറ്ററോട്രോപ്പിക് ആണ് അല്ലേ. ഹെറ്ററോട്രോപ്പിക് ന്യൂട്രീഷൻ ആണ് ഫംഗസിന്. ഹെറ്ററോട്രോപ്പിക് തന്നെ ആരൊക്കെ ഉണ്ടാവും? സാപ്രോഫൈറ്റിക് ഉണ്ടാവും, പാരാസൈറ്റിക് ഉണ്ടാവും, സിംബയോട്ടിക് ഉണ്ടാവും. ഓക്കെ, സാപ്രോഫൈറ്റിക്, പാരാസൈറ്റിക്, സിംബയോട്ടിക്, ഇതൊക്കെയാണ് നമ്മുടെ ഫംഗയുടെ ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. ഇത് ഒട്ടുമിക്ക ഗ്രൂപ്പിലും ഈ സെയിം ഓർഡറിൽ പോവാം. ഇതിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ സാപ്രോഫൈറ്റിക്, ഡെഡ് ആൻഡ് ഡീക്കേയിങ് ഓർഗാനിസത്തിനെ കഴിച്ചുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാർ. സാധാരണ നമ്മൾ പുറത്തൊക്കെ കാണുന്ന ഫംഗസ് ഒക്കെ ഈ മണ്ണിലും ചതുപ്പിലൊക്കെ വീണെടുക്കുന്ന ഫംഗസ് ഒക്കെ ഈ സാപ്രോഫൈറ്റിക് ആയിരിക്കും. ഇവർ മേജർ ഡീകമ്പോസേഴ്സും കൂടിയായിരിക്കും. ഡീകമ്പോസിഷൻ പ്രോസസ്സിനെ എൻഹാൻസ് ചെയ്യുന്ന ആൾക്കാരും കൂടിയായിരിക്കും ഈ സാപ്രോഫൈറ്റിക് ഫംഗി. പാരസൈറ്റിക്, ചില ഓർഗാനിസത്തിൽ ഇവർ പാരസൈറ്റിക് ആയിട്ട് ജീവിക്കുന്നുണ്ടാവും. സിംബയോട്ടിക്, എങ്ങനെ? ഇവർക്കൊരു പാർട്ട്ണറൊക്കെ ഉണ്ടാവും. സിംബയോട്ടിക് റിലേഷൻഷിപ്പ്, മറ്റുള്ളവർക്കൊന്നും ഉപദ്രവം ഒന്നും ഉണ്ടാക്കാതെ, എന്നാൽ പാർട്ട്ണർക്ക് ഉപദ്രവമൊന്നുമില്ല, ഗുണമേ ഉണ്ടാവുള്ളൂ. 2 പേര് എയും ബിയും. ഈ എയും ബിയും സിംബയോട്ടിക് ആണെന്ന് ഞാൻ പറഞ്ഞാൽ, സിംബയോട്ടിക് എന്ന് പറഞ്ഞാൽ ഇവർ 2 പേരും ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ജീവിക്കുന്ന ആൾക്കാർക്ക്. ഇവരെ നമുക്ക് ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് വിളിക്കാം. സിംബയോട്ടിക്, ഇവർ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. ഇയാളൊരിക്കലും ഇയാൾക്ക് പ്രശ്നം ഉണ്ടാക്കില്ല. തിരിച്ച് അങ്ങനെ തന്നെ, ഇയാളൊരിക്കലും ഇയാൾക്ക് പ്രശ്നം ഉണ്ടാക്കില്ല. പക്ഷേ ഇവർ ഒരുമിച്ച് നിന്നാൽ വളരെ ഉപകാരമാണ് 2 പേർക്കും. ഒരുമിച്ച് നിന്നാൽ ഉപകാരമാണ്. എന്താ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, നേരത്തെ പറഞ്ഞ മൈസീലിയം അല്ലേ, അതാണിത്. എന്നാൽ നമുക്ക് കാണുകയാണെങ്കിൽ ഇത് ഇങ്ങനെ ഉണ്ടാവും. അത് മൈക്രോസ്കോപ്പിക് വ്യൂ എങ്ങനെ ഉണ്ടാവും? ഇതിങ്ങനെ ഉണ്ടാവും. ഇതാ ഇവരൊക്കെ ഫംഗൽ ഹൈഫയാണ്. ഇത് നോക്കിക്കേ, ഇത് സെപ്റ്റേറ്റ് ആണോ സീനോസൈറ്റിക് ആണോ? സീനോസൈറ്റിക് ആണല്ലേ. നമുക്ക് സെപ്റ്റ ഒന്നും കാണാൻ പറ്റുന്നില്ലല്ലോ. ഇല്ല. ഓക്കെ, ഇതാണ് മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള മൈസീലിയം. അപ്പോൾ ഇതിൽ ഈ ഒരു ചെറിയൊരു പോർഷൻ ഏതാണ്? ഇതിനെന്ത് വിളിക്കും നമ്മൾ? ഇത് എൻഡയർ മൈസീലിയം ആണെങ്കിൽ ഇതെന്താ ഹൈഫേ അല്ലേ. ഹൈഫേ നിങ്ങൾക്കറിയാം, ഹൈഫേ. ഇനി നമ്മൾ കാണുകയാണെങ്കിൽ ഇങ്ങനെ ഇത് ഇത്രയും വലുതായതുകൊണ്ടാണ്. എല്ലാ ഫംഗി ഇത്രയും വലുതൊന്നും ആയിരിക്കില്ല മൈസീലിയം കാണാൻ വേണ്ടിയിട്ട്. നമുക്ക് മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള മൈസീലിയം ഒക്കെ ഉണ്ടാവും. അപ്പോൾ മൈക്രോസ്കോപ്പിലൂടെ നോക്കിയാൽ മാത്രമേ ഇങ്ങനെ ഒരു സ്ട്രക്ചർ കാണുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. കണ്ട ഓരോ ബ്രാഞ്ചസ് ആയിട്ട് മൈസീലിയം പോകുന്നത് ഹൈഫേ ആണ്. ഇത് വളരെ മാക്രോമോളിക്യൂളാണ്,
മൈക്രോ ഓർഗാനിസം ആണ് കേട്ടോ, മൈക്രോ ഫംഗിയാണ്, മൈക്രോ അല്ല. ഇതാ ഇവിടെ നോക്കിക്കേ, ഇതാണ് നമ്മൾ ടിപ്പിക്കൽ മഷ്റൂം എന്ന് നമുക്ക് മഷ്റൂം എന്ന് പറയുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു സ്ട്രക്ചർ, ഇങ്ങനെ ഒരു കോട പോലെയുള്ള സ്ട്രക്ചർ അല്ലേ. ഇതിൻ്റെ ഉള്ളിൽ ഈ പുറമേ കാണുന്ന ആളല്ല ഇയാൾ, ഇതിൻ്റെ ഉള്ളിൽ അറിയണം നമ്മൾ അല്ലേ. പുറമേ ഇനി അങ്ങോട്ട് പുറമേ മാത്രമല്ല, നമുക്ക് ഉള്ളിലങ്ങോട്ട് തുറന്ന് കയറണം. നോക്കിക്കേ ഇവരുടെ ഉള്ളിൽ എങ്ങനെയൊക്കെ ഉണ്ടെന്ന്. ഇതാ ഇവരുടെ ഉള്ളിൽ കണ്ടോ, മൈസീലിയം കണ്ടോ, ഹൈഫേ കണ്ടോ, ഹൈഫേ വെച്ചിട്ടുണ്ടാക്കി ഈ ഒരു നെറ്റ്വർക്ക് മൈസീലിയം കണ്ടോ. ദാ ഇവരെ ഓരോന്നിനെയും ഹൈഫേന്ന് നമ്മൾ മാർക്ക് ചെയ്തു. ഇത് ഫ്രൂട്ടിംഗ് ബോഡി, ഇതൊന്ന് നോക്കി വെച്ചോട്ടോ. ഫ്രൂട്ടിംഗ് ബോഡി ഞാൻ കുറച്ച് കഴിയുമ്പോൾ ചോദിക്കും. എന്താണ് ഫ്രൂട്ടിംഗ് ബോഡി? പുറമേക്ക് കാണുന്നതാണ്. ഇത് മണ്ണിൻ്റെ അടിയിലുള്ള, ഇതൊക്കെ മണ്ണിൻ്റെ അടിയിലുള്ള സ്ട്രക്ചർ, ഇത് പുറമേക്ക് എയറിൽ കാണുന്നതാണ്. നമ്മൾ കാണുന്നത് ഇതാണ്. മണ്ണിൻ്റെ അടിയിലേക്ക് ഇങ്ങനെയൊരു സംഭവമുണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ കാണുന്ന ഇത് മാത്രമല്ല നമ്മുടെ ഫംഗസ് എന്ന് പറയുന്നത്, അതിൻ്റെ താഴോട്ടേക്കുള്ള ആൾക്കാരാണ് മെയിൻ ആൾക്കാർ. മുകളിലേക്ക് അവർ കുട പിടിച്ച് നിൽക്കുന്ന പോലെ നിൽക്കുകയാണ്. അത് അവരുടെ ഫ്രൂട്ടിംഗ് ബോഡി എന്നാണ് പറയുക, പുറത്തേക്ക് കാണുന്നതിനെ. എന്താണ് ഫ്രൂട്ടിംഗ് ബോഡി? എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അടുത്തത് ഇതെന്താണ്? മൈസീലിയം. ഓക്കെ, ഇതാ നോക്കിക്കേ, ഹെറ്ററോട്രോപ്പിക് ന്യൂട്രീഷൻ. അത് നേരത്തെ പറഞ്ഞ നമ്മുടെ ബോഡി ഓർഗനൈസേഷൻ ഇല്ലേ, അതിൻ്റെ സ്ലൈഡ്സ് ആണ് ഇപ്പോൾ കണ്ടത്. ആ ചിത്രം കാണിച്ചെന്നാണ്. ഇനി നമ്മുടെ ന്യൂട്രീഷനിലേക്ക് തന്നെ വന്നേ. ഹെറ്ററോട്രോപ്പിക് ന്യൂട്രീഷൻ സാപ്രോഫൈറ്റിക് ആണ്. സാപ്രോഫൈറ്റിക് ഉണ്ട്, പാരാസൈറ്റിക് ഉണ്ട്, സിംബിയോട്ടിക് ഉണ്ട്. സിംബിയോട്ടിക് തന്നെ ലൈക്കൺസ് മൈക്കോറൈസ. ലൈക്കൺ മൈക്കോറൈസ. സാപ്രോഫൈറ്റിക് ഞാൻ പറഞ്ഞു, ഡെഡ് ആൻഡ് ഡീക്കേയിങ് ഓർഗാനിസത്തിൽ. ഇതാ സാപ്രോഫൈറ്റിക്കിന് എക്സാമ്പിൾ കാണിച്ചെന്നാൽ നോക്കിക്കുക, ഇതാ സാപ്രോഫൈറ്റിക്. ഇവരൊക്കെ സാപ്രോഫൈറ്റിക് ആണ്. ഇതാ ഇവർ ഈ സ്റ്റെമ്മിൻ്റെ മുകളിലൊക്കെ ഇല്ലേ, അതിൻ്റെ മുകളിലൊക്കെ വളരുന്ന ആൾക്കാർ. ഇതൊക്കെ ആണെങ്കിലോ ഇതൊരു ലീഫിൻ്റെ മുകളിൽ വീണ് കിടക്കുന്ന, സോയിൽ കിടക്കുന്ന ഒരു ലീഫിൻ്റെ മുകളിൽ കാണുന്ന ഒരു ഓർഗാനിസം ആണ്. ഇത് ഒരു ഫംഗസ് ആണ്. ഇവരൊക്കെ എന്താണ്, ഡീകമ്പോസിഷനെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാം, ഇത് ഡീകമ്പോസ് ചെയ്യുന്ന ആളാണ്. ഇതൊക്കെ സാപ്രോഫൈറ്റിക്. ഇത് പാരസൈറ്റിക്. പാരസൈറ്റ് ആക്ട് ചെയ്യുന്ന ഒരാളാണ്. നോക്കിക്കേ, ഇത് ഉറുമ്പിന് വയസ്സായ ഉറുമ്പല്ല, ഇത് ഫംഗൽ ഇൻഫെക്ഷൻ വന്നിട്ടുള്ളൊരു ഉറുമ്പാണ്. ആൻഡാണ്. എന്താ ഇവർ ചെയ്യുന്നതെന്നറിയോ? ഇത് നമുക്കിവരെ ഈ ഫംഗസിനെ എന്ത് വിളിക്കാമെന്നറിയോ? സോംബി ഫംഗസ് എന്ന് വിളിക്കാം. സോംബി ഫംഗസ് കേട്ടോ. ഓക്കെ, ഈ സോംബി ഫംഗസ് എന്ത് ചെയ്യുന്നറിയോ? ഇവർ ഈ ഉറുമ്പൊക്കെ എവിടെ ഉണ്ടാവുക? ഒരു ഫോറസ്റ്റ് എടുത്തേ, ഒരു ഫോറസ്റ്റ് മനസ്സിലേക്ക് കൊണ്ടുവന്നേ, കാട്. ഇതിൻ്റെ ഫോറസ്റ്റ് ഫ്ലോർ സോയിലാണ്. ഫോറസ്റ്റിൻ്റെ മരങ്ങളൊക്കെ നിൽക്കുന്നതിൻ്റെ താഴെ ഭാഗം. ഈ താഴെ ഭാഗത്ത് നമുക്ക് ഉറുമ്പിനെ കാണാൻ പറ്റുമല്ലോ, പറ്റും. ഇവിടെ ആയിരിക്കും നമ്മുടെ ഫംഗസൊക്കെ ഉണ്ടാവുക, ഫംഗൽ സ്പോർ. ഹൈറ്റ് കൂടുന്തോറും തണുപ്പ് കൂടുമല്ലോ. ഈ ഫംഗസിന് ഈ നല്ലൊരു എന്താ പറയുക, മോയിസ്റ്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷനിൽ നല്ലപോലെ വളരാൻ പറ്റും. ഇത് ഹൈറ്റ് കൂടുക എന്ന് പറയുമ്പോൾ, ഫോറസ്റ്റിൽ ഹൈറ്റ് കൂടുക എന്ന് പറയുമ്പോൾ നമുക്ക് ഏതിൻ്റെ മുകളിലേക്ക് പറ്റും? നമുക്ക് മരത്തിൻ്റെ മുകളിൽ കയറി ഹൈറ്റ് കൂടൂലേ. ഫംഗസ് വെറും ഉടായിപ്പ ഈ സൂംബി ഫംഗസ് എന്ന് പറയുന്നത്. എന്താണ് ചെയ്യുകയെന്നറിയോ? താഴെ കാണുന്ന ഈ പാവ ഉറുമ്പുകളുടെ മേത്ത് കയറിയിട്ട് ഇവരെ ഇൻഫെക്റ്റ് ചെയ്യും. പാരസൈറ്റ് ആവും ഇവരുടെ മുകളിൽ. എന്നിട്ട് ഇവരുടെ ബ്രെയിനിനെയൊക്കെ ഇവർ കൺട്രോൾ ചെയ്യും. ഈ ഫംഗസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്റ്റോറി ആയിട്ടോ ഇതിൻ്റെ പിന്നിലുള്ളത്. ഇവരുടെ ബ്രെയിനിനെയൊക്കെ കൺട്രോൾ ചെയ്തിട്ട് ഈ ഉറുമ്പ് എന്ത് ചെയ്യും? കൂട്ടം തെറ്റിയിട്ട് ഒറ്റയ്ക്ക് മരത്തിൻ്റെ മുകളിലേക്ക് കയറിപ്പോവും. നിങ്ങൾക്ക് ഇതിൻ്റെ വീഡിയോസൊക്കെ യൂട്യൂബിൽ അവൈലബിൾ ആയിരിക്കും കേട്ടോ. അങ്ങനെ ഇവർ മരത്തിൻ്റെ മുകളിൽ കയറിപ്പോയിട്ട് അവിടെ ഇരിക്കും. ഏറ്റവും മുകളിൽ, മരത്തിൻ്റെ ഏറ്റവും മുകളിൽ ഇരുന്നിട്ട് അവിടെ ഇരിക്കും. എന്നിട്ട് ഇങ്ങനെ ഒരു 5-8 ദിവസം എടുക്കും ഇവർ കംപ്ലീറ്റ് ആയിട്ട് മരിക്കാൻ വേണ്ടിയിട്ട്. ഉറുമ്പ് മരിച്ചിട്ടുണ്ടാവില്ല, ചത്തിട്ടുണ്ടാവില്ല. ഒരു 5-8 ദിവസം എടുക്കും കംപ്ലീറ്റ് ആയിട്ട് ഇവർ ചത്തോന്ന് പറയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഈ ഫംഗസിൻ്റെ സ്പോറൊക്കെ കണ്ടോ, ഫംഗൽ മൈസീലിയൊക്കെ ഈ ബോഡി കംപ്ലീറ്റ് ആയിട്ട് സ്പ്രെഡായി ഇവർ സ്പോറുണ്ടാക്കും. ഇവരുടെ സ്പോറുണ്ടാക്കും. സ്പോർ എന്ന് പറയുന്നത് ഫംഗസിൻ്റെ വിത്താണെന്ന് വിചാരിക്കുക. ഈ സ്പോർ മുളച്ചാൽ വേറൊരു ഫംഗസ് ഉണ്ടാവും. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് പഠിക്കാം കേട്ടോ. അങ്ങനെ ഇപ്പം ഇവരെവിടെയുള്ളത്? മരത്തിൻ്റെ മുകളിൽ. അവിടെ നിന്ന് ഈ സ്പോർ വീണാൽ എത്ര ഏരിയയിലേക്ക് ഇതിന് വീഴാൻ പറ്റും? ഒരു മൂലക്കൽ, ഒരു സോയിലിൻ്റെ ഒരു അറ്റത്ത് കിടക്കുന്ന ഫംഗസ് ഇപ്പം അങ്ങ് മരത്തിൻ്റെ മുകളിലെത്തി അവിടെ നിന്ന് ഈ സ്പോറിനെ ഫുള്ള് സ്പ്രെഡാക്കാം. എത്ര വൈഡായിട്ട് ഇവർക്ക് എത്താൻ പറ്റൂലേ. മാത്രമല്ല നല്ല അറ്റ്മോസ്ഫിയറിക് കണ്ടീഷനാണ് ഇവർക്ക് വളരാൻ പറ്റിയത്. എവിടെ? മരത്തിൻ്റെ മുകളിൽ. ഇതൊരു പാരസൈറ്റിക് ആണ്. കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാണ് കേട്ടോ. പാരസൈറ്റിക് ആണ്. ഇനി സിംബയോട്ടിക്. ഇവരാണ് സിംബയോട്ടിക്കിന് എക്സാമ്പിൾ. സിംബയോട്ടിക്കിൽ നോക്കിക്കേ, ഇവിടെ നോക്കിക്കേ, നമ്മൾ 2 ആളെ പറഞ്ഞു അല്ലേ. ലൈക്കണേയും പറഞ്ഞു, മൈക്കോറൈസേനെയും പറഞ്ഞു. ലൈക്കൺ എന്ന് പറയുന്നത്
ആൽഗൽ ഫംഗൽ അസോസിയേഷൻ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ എയും ബിയും ഇല്ലേ, അതിലൊന്ന് ആൽഗെ ഒന്ന് ഫംഗെ ആയിരിക്കും. എ ആൽഗെ ബി ഫംഗെ. ഈ ആൽഗെ ഫംഗയും വളരെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ട് ഒരുമിച്ച് ജീവിക്കുന്ന ഒരു സിംബയോട്ടിക് അസോസിയേഷൻ ആണ് ലൈക്കൺ. ഇത് നമുക്ക് ചാപ്റ്ററിൻ്റെ എൻഡിൽ ഒന്നും കൂടി പഠിക്കാനുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അവരെയാണ് നിങ്ങൾ ഈ കാണുന്ന ഇതായിട്ട് വെച്ചേക്കുന്നത്. ഇവിടെ നോക്കിക്കേ, ഇത് പാർമേലിയ എന്ന് പറയുന്ന ഒരു ലൈക്കണാണ്, ഇത് അസ്നിയ എന്ന് പറയുന്ന ഒരു ലൈക്കണാണ്. എന്തൊക്കെയാ പേര്? പാർമേലിയ, അസ്നിയ. മനസ്സിലായോ? അതിൽ നമ്മൾ ഈ പുറമേക്ക് കാണുക ഫംഗൽ ബോഡി ആയിരിക്കും, ഇതിൻ്റെ ഉള്ളിലൊക്കെ ആയിരിക്കും ആൽഗൽ പാർട്ട്ണർ ഉണ്ടാവും, ഇവരുടെ പാർട്ട്ണർ കേട്ടോ. അപ്പം പാർമേലിയായി, അസ്നിയായി, ഇവരാണ് ആര്? സിംബിയോട്ടിക്കിൽ ലൈക്കൺ എക്സാമ്പിൾ. ഇനി മൈക്കോറൈസ. എന്താണ് മൈക്കോറൈസ? മൈക്കോറൈസ ഇവർ റൂട്ടിൽ റൈസോയിഡ് എന്നൊക്കെ പറയുമ്പോൾ റൂട്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടേമാണ് എന്ന് ആലോചിക്കണം. മൈക്കോറൈസ, മൈക്കോ എന്ന് പറയുമ്പോൾ ഫംഗസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടേമാണ്. ഇതൊന്ന് ഓർത്ത് വെച്ചേക്കണം, ഈ മൈക്കോ എന്ന് ഞാൻ പറഞ്ഞത്. കാരണം എന്താണെന്നറിയോ? ഈ മൈക്കോ നമ്മളെ ചാപ്റ്ററിൻ്റെ അവസാനം ലൈക്കണെ പറ്റി പറയുമ്പം മൈക്കോ എന്ന് വെച്ച് ഒരു വേർഡ് പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് നല്ലപോലെ നോക്കാം. മൈക്കോ എന്ന് പറഞ്ഞാൽ നമ്മളെ ഫംഗസുമായിട്ട് ബന്ധപ്പെട്ട ഒരു വേർഡാണ്. ഫൈക്കോ എന്ന് പറഞ്ഞാൽ നമ്മളെ ആൽഗയുമായിട്ട് ബന്ധപ്പെട്ട വേർഡ്. മൈക്കോ റൈസ, റൈസ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ റൂട്ട്, റൈസോയിഡ് അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ടേമാണ് റൈസ. മൈക്കോ റൈസ എന്താണ്? ഫംഗസ് ആരുമായിട്ട് സിംബയോട്ടിക് അസോസിയേഷൻ അറിയോ? ഹയർ പ്ലാന്റ്സിൻ്റെ റൂട്ട്സുമായിട്ട്. ഇത് ഹയർ പ്ലാന്റ്, ഇതിൻ്റെ റൂട്ട്സുമായിട്ട്. ഹയർ പ്ലാന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വലിയ മരം എന്നൊന്നും വിചാരിക്കരുത്. ഹയർ പ്ലാന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ടാക്സോണമി കാറ്റഗറിയിൽ നല്ല ഇവല്യൂഷണറി വലിയ ഹൈ ക്ലാസ്സിൽ നിൽക്കുന്ന ആളെയാണ് ഹയർ പ്ലാന്റ് എന്ന് വിളിക്കുക. ഇവരുടെ റൂട്ടിലാണ് ഈ ഫംഗൽ അസോസിയേഷൻ ഉണ്ടാവുക. ഫംഗ എവിടെയാണുള്ളത്? ഹയർ പ്ലാന്റ്സിൻ്റെ റൂട്ടിൽ അസോസിയേഷൻ ആണ് മൈക്കോറൈസ എന്ന് പറയുന്നത്. ഇവരെന്താ ചെയ്യാന്നറിയോ? ഇവർ സിംബയോട്ടിക് ആണല്ലോ, രണ്ടുപേർക്കും ദോഷമില്ല. ഈ പ്ലാന്റിനും ദോഷമില്ല റൂട്ടിലായതുകൊണ്ട്. ഇൻഫെക്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുകയേ ചെയ്യരുത്. ഇൻഫെക്റ്റ് ചെയ്യല്ല, ഇവരവിടെ പാവങ്ങളായിട്ട് ഒതുങ്ങിക്കൂടി ജീവിക്കുക, വാടകയ്ക്കൊക്കെ താമസിക്കുന്ന മാതിരി. ഇവർ രണ്ടുപേർക്കും ബുദ്ധിമുട്ടില്ല. വാടകയ്ക്ക് താമസിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. ഓണർക്കാണെങ്കിൽ പൈസയും കിട്ടും, ഈ ജീവിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ നിൽക്കാനൊരു ഷെൽട്ടറുമായി. അതുപോലെയാണ് നമ്മുടെ സിംബയോട്ടിക് അസോസിയേഷൻ. ലൈക്ക് മൈക്കോറൈസയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇവർക്ക് നിൽക്കാനൊരു സ്ഥലമാണ് ഈ റൂട്ട് എന്ന് പറയുന്നത്. മാത്രമല്ല ഇവർ നിന്ന് കഴിഞ്ഞാൽ ഈ പ്ലാന്റിന് എന്ത് ഗുണമുണ്ട്? ഇവർ ഈ ചുറ്റിലുള്ള വാട്ടറിനെയും ന്യൂട്രിയൻസിനെയൊക്കെ അബ്സോർബ് ചെയ്യും, എന്നിട്ട് ഈ പ്ലാന്റിനും കൊടുക്കും. എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇവരുടെ സർഫസ് ഏരിയ ഓഫ് അബ്സോർപ്ഷൻ ഇൻക്രീസ് ആവും. നോക്കിക്കേ, ഇവിടെ നോക്കിക്കേ, ഇത് ഫംഗൽ അസോസിയേഷനുള്ള ഒരു റൂട്ടാണ്. ഞാൻ കാണിച്ചു തരാം എന്താണ് റൂട്ട് എന്ന്. ഇതാണ് റൂട്ട് അതിൻ്റെ. ഈ ബാക്കി കാണുന്നതൊക്കെ എന്താണ്? മൈക്കോറൈസേൻ്റെ അസോസിയേഷൻ ആണ്. മനസ്സിലായോ? അപ്പോൾ എത്ര വൈഡ് ഏരിയയിലേക്ക് ഇവരുടെ അബ്സോർപ്ഷൻ ഏരിയ കൂടി നോക്കിക്കേ. ഇവരൊക്കെ അബ്സോർബ് ചെയ്യുന്നത് ഈ പ്ലാന്റിനും കൂടി കിട്ടും. മനസ്സിലായില്ലേ? ഫംഗസ് ആണെങ്കിലോ പ്ലാന്റിൻ്റെ കൂടെ നിൽക്കും. പ്ലാന്റിൻ്റെ കുറച്ച് ന്യൂട്രിയൻസ് ഫംഗസിനും കൊടുക്കും. അതായത് ഈ പ്ലാന്റിൻ്റെ സെല്ല് ഇതാണെന്ന് വിചാരിക്കുക. ഫംഗസ് പുറമെ മൈസീലിയം ഉണ്ടാക്കി, ഈ സെല്ലിൻ്റെ ഉള്ളിലേക്ക് അതിൻ്റെ മൈസീലിയം കയറിക്കഴിഞ്ഞാൽ, ഹൈഫ കയറിക്കഴിഞ്ഞാൽ അതിനുള്ളിൽ നിന്ന് ഇവർക്ക് ന്യൂട്രിയൻസ് എടുക്കാം. ഫംഗസിൻ്റെ സെല്ലാണ്, പ്ലാന്റിൻ്റെ സെല്ലാണ് ഇത്. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ഗുണമുള്ളൊരു കാര്യമാണ് മൈക്കോറൈസൽ അസോസിയേഷൻ. ഇവിടെ കേട്ടാലും ആലോചിക്കണം, മൈക്കോറൈസ. മൈക്കോ എന്ന് പറയുമ്പോൾ തന്നെ നമ്മളെ ഫംഗസ് ആണ്. റൈസ എന്ന് പറയുന്നത് റൂട്ടാണ്. ഫംഗസും റൂട്ടുമായിട്ടുള്ള അസോസിയേഷനാണ് ആര്? മൈക്കോറൈസ. അപ്പോൾ ഫംഗസിൻ്റെ ന്യൂട്രീഷൻ ഏതൊക്കെയായിരുന്നു? ഹെറ്ററോട്രോപ്പിക് ന്യൂട്രീഷൻ ആണ്. ഹെറ്ററോട്രോപ്പിക് തന്നെ സാപ്രോഫൈറ്റിക് ഉണ്ട്, പാരാസൈറ്റിക് ഉണ്ട്, സിംബയോട്ടിക് ഉണ്ട്. സിംബയോട്ടിക് തന്നെ ലൈക്കണായിട്ടും മൈക്കോറൈസി ആയിട്ടും നിൽക്കുന്നുണ്ട്. ഇനി വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം ഞാൻ പറഞ്ഞേക്കാം. ലൈക്കൺ ഒരിക്കലും കിങ്ഡം ഫംഗയിൽ വരുന്ന ഒരു ആളല്ല. ഫംഗസ് അതിലെ ഒരു മെമ്പറാണ്. ലൈക്കണിലെ ഒരു മെമ്പറാണെന്നാണ് പറഞ്ഞത്. ലൈക്കൺ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഫംഗയിലല്ല പഠിക്കുന്നത്. നിങ്ങൾ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് കിങ്ഡത്തിൻ്റെ പുറത്തായിട്ട് കുറച്ച് ആൾക്കാരെ പഠിക്കുന്ന ആൾക്കാരാണ് ലൈക്കൺ കേട്ടോ. സോ റിമെമ്പർ ദാറ്റ്. മൂവിങ് ടു ദ നെക്സ്റ്റ്. അഞ്ചാമത്തെ ഹെഡിങ് എന്തായിരുന്നു? അതിൻ്റെ റീപ്രൊഡക്ഷൻ. അഞ്ചാമത്തെ ഹെഡിങ് ആണ് റീപ്രൊഡക്ഷനിൽ. അപ്പോൾ നമ്മുടെ 5 ഹെഡിങ്ങും ഓരോ ഹെഡിങ്ങും വെച്ച് നോക്കുമ്പോൾ നമുക്ക് മറന്നു പോവില്ല. മനസ്സിലായില്ലേ? ആദ്യത്തെ അതിൻ്റെ മേജർ ക്യാരക്ടേഴ്സ് എവിടെയൊക്കെ യൂസ് ചെയ്യുന്നു എന്നുള്ളത്, പിന്നെ അതിൻ്റെ ഹാബിറ്റാറ്റ് എവിടെ കാണുന്നു എന്നുള്ളത്,
അതായത് മോയിസ്റ്റ് പിന്നെന്താ വാമായിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റിലാണ് കാണുക. അവർ പ്രിഫർ ചെയ്യുന്ന വാമായിട്ടുള്ള മോയിസ്റ്റ് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻ്റ് ആണ്. പിന്നെന്താ നമ്മൾ പഠിച്ചത് അതിൻ്റെ അതിൻ്റെ ഓർഗനൈസേഷൻ അല്ലേ, ബോഡി ഓർഗനൈസേഷൻ, താലസ്, മൈസീലിയം, ഹൈഫെ, ഈ തുടങ്ങിയ കാര്യങ്ങളൊക്കെ. പിന്നെ കൈറ്റിനും പോളിസാക്രൈഡും വെച്ചിട്ടാണ് അതിൻ്റെ സെൽ വോൾ ഉണ്ടാക്കിയിട്ടുള്ളത്. സീനോസൈറ്റിക് ഹൈഫയുണ്ട്, സെപ്റ്റേറ്റ് ഹൈഫയുണ്ട്. അത് അഞ്ചാമത്തെ ഏതാണ് നാലാമത്തെ ന്യൂട്രീഷനും കൂടി പഠിച്ചത്. ഇപ്പം അഞ്ചാമത്തെ ഏതാണ്? റീപ്രൊഡക്ഷൻ. 3 തരം റീപ്രൊഡക്ഷൻ ഉണ്ട്. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഉണ്ട്, സെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട്, അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട്. വെജിറ്റേറ്റീവ്, സെക്ഷൽ. ഇതിൽ ഈ പറഞ്ഞതിൽ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ അതായത് ഇതിൻ്റെ ഫംഗൽ മൈസീലിയം ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ട് മുറിഞ്ഞിട്ട് ആ ഓരോ ഫ്രാഗ്മെൻറ്റ്സും പുതിയ ഫംഗൽ മൈസീലിയം ആവാം, ഓർ ബഡ് ഫോം ചെയ്യാം. ഓരോ ബഡ് ഇപ്പോൾ ഈ ബഡിങ് നടക്കുന്ന ഈസ്റ്റിലാണ്. ഇതാരെയാണ് ഞാൻ ഈ മൈസീലിയം പോലെ വരയ്ക്കാത്തത് ആരാണ്? ഒരേ ഒരു രാജാവ് ആരാണ്? ഈസ്റ്റ് അല്ലേ. നമ്മുടെ ഈസ്റ്റിൽ ബഡ് പോലെ ഈ ഒരു ചെറിയൊരു സ്ട്രക്ചർ ഫോം ചെയ്യും. പിന്നെ ഇത് ഡിറ്റാച്ച് ചെയ്ത് 2 ആൾക്കാരാവും. ബഡിങ് ഫിഷൻ നടക്കാം. ചെറിയ ഒരു ഭാഗത്തുനിന്ന് ഒരു മുറിഞ്ഞു പോയിട്ട് ഫിഷൻ ആവാം. ഫ്രാഗ്മെൻറ്റേഷൻ നടക്കാം, ബഡിങ് നടക്കാം, ബഡിങ് ആൻഡ് ഫിഷൻ. ഇതൊക്കെയാണ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ മെത്തേഡ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ. അസെക്ഷൽ റീപ്രൊഡക്ഷന് സ്പോറാണ് യൂസ് ചെയ്യുന്നത്. ആരാണ് സ്പോറ്? നിങ്ങൾ ഇങ്ങോട്ട് ഇമാജിൻ ചെയ്തേ, ഒരു മരത്തിൻ്റെ പുതിയ തലമുറ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ആ മരത്തിൽ എന്തുണ്ട്? അതിൻ്റെ പുതിയ ജനറേഷൻ, അതിൻ്റെ ഓസ്പ്രിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മരത്തിൽ ഫ്രൂട്ട് ഉണ്ടാവാം, ഫ്രൂട്ടിൻ്റെ ഉള്ളിൽ സീഡും ഉണ്ടാവാം. ഈ സീഡ് പോലെ നിങ്ങളൊന്ന് സ്പോറിനെ ഇമാജിൻ ചെയ്തേ, സീഡിനെ പോലെ സ്പോറിനെ. ഈ സീഡ് ജെർമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വലിയൊരു മരമാവൂലേ? അതുപോലെ തന്നെയാണ് ഫംഗസിൻ്റെ ഈ സ്പോർ എന്ന് പറയുന്നത്. ഫംഗസ് സ്പോർ ഉണ്ടാക്കുന്നു, സ്പോറ് വേറെ എവിടെയെങ്കിലും എത്തുന്നു, അവിടെ മുളച്ചിട്ട് എന്താവുന്നു? വേറൊരു ഫംഗസ് ആവുന്നു. ആ ഫംഗസ് സ്പോർ വേറെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വേറെ കുട്ടി എന്ന് പറയാൻ പറ്റുന്ന ഫംഗസ്, വേറെ മൈസീലിയം ഉണ്ടാവുന്നു. ആ മൈസീലിയത്തിൽ വീണ്ടും സ്പോർ ഉണ്ടാവുന്നു, വേറെ സ്ഥലത്ത് എത്തുന്നു, അവിടെ മുളയ്ക്കുന്നു, പിന്നെയും വേറെ മൈസീലിയം ഉണ്ടാവുന്നു, എൻ്റർ മൈസീലിയം ഉണ്ടാവുന്നു. സോ ഈ ഒരു പ്രോസസ്സാണ് നമ്മൾ സ്പോറ് വെച്ചിട്ട് ഈ ഫംഗസ് നടത്തുന്നത്. അസെക്ഷൽ റീപ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള സ്പോർസ് ഏതൊക്കെയാണെന്നറിയോ? കൊനീഡിയ, സ്പോറാഞ്ചിയോസ്പോർസ് ആൻഡ് ഏതാണ്? കൊനീഡിയ, സ്പോറാഞ്ചിയോസ്പോർസ്, സൂസ്പോർസ്. ഓക്കെ, ഇവരൊക്കെയാണ് നമ്മുടെ സ്പോർസ്. ഏത്? അസെക്ഷൽ റീപ്രൊഡക്ഷൻ സ്പോർസ്. ഇനി സെക്ഷൽ റീപ്രൊഡക്ഷനിലുള്ള സ്പോർസ് ആണ് ഊസ്പോർസ്. ഈ സെഡും ഈ ഒരു ഇവിടെ സെഡ് ഇല്ല, ഇവിടെ ഒരൊറ്റ സെഡിൻ്റെ മിസ്റ്റേക്ക് ഉള്ളൂ. ഇവിടെ ഊസ്പോർസിന് സെഡ് എഴുതാൻ വിട്ടുപോയാൽ ആകെ ആൾ മാറിപ്പോയിട്ടോ. ഇത് അസെക്ഷൽ റീപ്രൊഡക്ഷൻ സ്പോർ ആണ്. സെക്ഷൽ റീപ്രൊഡക്ഷനുള്ള സ്പോർ ആരാണ്? ഊസ്പോർസ് ആണ്. ഓക്കെ, ഊസ്പോർസ് വേണമെങ്കിൽ ആസ്കോസ്പോർസ്, ബസീഡിയോസ്പോർസ്. ഈ സ്പോർ എന്ന് പറയുന്നത് നിങ്ങൾ ചിലപ്പോൾ +1 ആദ്യമായിട്ട് കേൾക്കുന്ന ആൾക്കാരായിരിക്കും. ഒട്ടും പേടിക്കേണ്ട. ഈ ചാപ്റ്റർ പഠിക്കുമ്പം തുടക്കത്തിൽ ഓരോരോ പുതിയ ടേംസ്, എല്ലാ ചാപ്റ്ററിലും അങ്ങനെ തന്നെ പുതിയ ഓരോ ടേംസ് പഠിക്കാനുണ്ടാവും. നമ്മളതിൽ യൂസ്ഡ് ആവും. നമ്മൾ ആദ്യം തന്നെ ഈ ഒരു ടേം പഠിക്കാനുള്ളപ്പോൾ അയ്യോ എന്നെക്കൊണ്ട് കഴിയൂലേ എന്ന് പറഞ്ഞ് പോവരുത്. കാരണം എന്താ, നമ്മൾ എത്ര ക്ലാസ് പഠിച്ചിട്ടാണ് വന്നേ? നമ്മൾ ഓരോ ക്ലാസ്സിൽ നമ്മളെ കൂടെ പഠിച്ച കുട്ടികളുടെ ഒക്കെ പേര് നമുക്ക് ഓർമ്മയില്ലേ? നമ്മളെ ഫ്രണ്ട്സിൻ്റെ അത്രയും വെറൈറ്റി ആയിട്ടുള്ള പേര് 2-3 പേരുണ്ടാവും ഓരോരുത്തർക്ക് ഇല്ലേ? അതൊക്കെ ഓർത്ത് വെക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമെങ്കിൽ ഇതുപോലെയുള്ള ടേംസ് നമ്മളെ കൊണ്ട് ഓർത്ത് വെക്കാൻ പറ്റും. എങ്ങനെയാണ് ഇവർ ഓർക്കുക? നമ്മൾ ഫ്രണ്ട്സിനെ വിളിച്ചിട്ടല്ലേ? അതുപോലെ നിങ്ങൾ ഈ ടെക്സ്റ്റിൽ ഇനി പലതവണ ഇതേ സാധനം കേട്ടുകൊണ്ടിരിക്കും. നിങ്ങൾ പഠിക്കുമ്പോഴും ഇത് വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ? അങ്ങനെ നമ്മൾ യൂസ്ഡ് ആവും. ആദ്യം തന്നെ ഇനീഷ്യലായിട്ട് നിങ്ങൾക്ക് വരുന്ന ആ ഒരു ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഇത് നാച്ചുറലാണ്, ഇങ്ങനെ തന്നെയാണ്, ഏകദേശം എല്ലാവർക്കും ഇങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ പേടിക്കേണ്ട, നമുക്കിത് പറഞ്ഞ് പഠിക്കാം. കൊനീഡിയ, സ്പൊറാഞ്ചിയോസ്പോർസ്, സൂസ്പോർസ് ഇവരാരൊക്കെയാണ്? അസെക്ഷൽ റീപ്രൊഡക്ഷൻ സ്പോർസ് ആണ്. സെക്ഷൽ റീപ്രൊഡ്യൂസിങ് സ്പോർസ് ആണ് ഊസ്പോർസ്, ആസ്കോസ്പോർസ്, ബസീഡിയോസ്പോർസ്. ഇവരെ ഇനിയും പഠിക്കും. അപ്പോൾ ഒന്നുകൂടി ഓർക്കാം. മെയിനായിട്ട് കിങ്ഡം ഫംഗേൻ്റെ മെയിൻ ക്യാരക്ടേഴ്സ് പഠിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ താഴെ വരുന്ന എല്ലാ സ്പോർട്സിനും ഇങ്ങോട്ട് എടുത്ത് പറയുമല്ലോ. ഓരോ ഗ്രൂപ്പിനും എല്ലാ സ്പോർട്സും ഇല്ല, അതും കൂടി ശ്രദ്ധിക്കണം. ഓരോ ഗ്രൂപ്പിനും ചില സ്പോർട്സ് മാത്രമേ ഉള്ളൂ. അവരെ നമുക്ക് എടുത്ത് പഠിക്കാം, എളുപ്പമാക്കി പഠിക്കാം, പേടിക്കേണ്ട.
വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ, അസെക്ഷൽ റീപ്രൊഡക്ഷൻ, സെക്ഷൽ റീപ്രൊഡക്ഷൻ. കഴിഞ്ഞില്ലേ? സോ കിങ്ഡം ഫംഗയുടെ മെയിൻ ക്യാരക്ടേഴ്സ് കഴിഞ്ഞ് നമുക്കതൊന്ന് റീപ്രൊഡക്ഷൻ ഒന്നുകൂടി ഒന്ന് നോക്കിയാലോ. വെജിറ്റേറ്റീവ് മീൻസിൽ നോക്കിക്കേ, ഏതാ അവിടെ? ഫ്രാഗ്മെൻറ്റേഷൻ, ഫിഷൻ ആൻഡ് ബഡ്ഡിങ്. അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആരാണ്? കൊണീഡിയ. ഈ ഓറിട്ടത് കൊണ്ട് കൊണീഡിയയുടെ വേറെ പേരാണ് സ്പൊറാഞ്ചിയോസ്പോസ് ഒന്നും വിചാരിച്ചേക്കരുത്. എല്ലാ ഫംഗസിലും എല്ലാം ഇല്ല എന്നുള്ളത് കൊണ്ട് മാത്രം ഒരു ഓറിട്ടതാണ്. കൊനീഡിയ ആയിരിക്കാം, സ്പൊറാഞ്ചിയോസ്പോസ് ആയിരിക്കാം, അല്ലെങ്കിൽ സൂസ്പോസ് ആയിരിക്കാം. അതുകൊണ്ടാണ് ആ ഓറ് കൊടുത്തത്. മനസ്സിലായല്ലോ? അല്ലാതെ ഇനി കൊനീഡിയയുടെ വേറെ പേരാണ് സ്പൊറാഞ്ചിയോസ്പോസ്, അതിൻ്റെ വേറെ പേരാണ് സൂസ്പോസ് എന്ന് വിചാരിക്കരുത്. കൊനീഡിയ, സ്പൊറാഞ്ചിയോസ്പോസ്, സൂസ്പോസ് കോമറ്റ് എഴുതിയാൽ മതി. ഇനി സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണെങ്കിലോ ഊസ്പോർസ്, ആസ്കോസ്പോസ്, ബസീഡിയോസ്പോസ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു അല്ലേ. Various spores are produced in distinct structures called fruiting bodies. ആരാണ്? ഫ്രൂട്ടിംഗ് ബോഡീസ്. ഞാൻ നേരത്തെ പറഞ്ഞ നമുക്ക് തിരിച്ചു പോയാലോ, അങ്ങോട്ടേക്ക് ഒന്ന് തിരിച്ചു പോയാലോ. ആരാണ് ഈ ഫ്രൂട്ടിംഗ് ബോഡി? ഈ ഒരു ടേം നിങ്ങൾ ഒന്നുകൂടി പഠിച്ചത്. ഇതാ ഇവിടെ നോക്കിക്കേ, ഫ്രൂട്ടിംഗ് ബോഡി ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞ് ഞാൻ കൊടുത്താണ്ടില്ലേ. നമ്മളെ പ്ലാന്റിന്, മരത്തിന് ഞാൻ പറഞ്ഞു, നമ്മളെ മരത്തിൻ്റെ സീഡായിട്ട് എന്താ എടുത്തത്? നമ്മൾ സീഡായിട്ട് ഇവിടെ ഫംഗസിന് എന്താ എടുത്തത്? മരത്തിൻ്റെ സീഡ് പോലെയുള്ള ആരാണ് ഇവിടെ? സ്പോർ അല്ലേ, സ്പോർ. നമ്മുടെ സ്പോർ സീഡാണ്. സീഡ് പൊതുവെ എന്തിൻ്റെ ഉള്ളിലാണ് ഉണ്ടാവുക? സീഡ് എന്തിൻ്റെ ഉള്ളിലുണ്ടാവുക? നമ്മളെ ഫ്രൂട്ടിൻ്റെ ഉള്ളിൽ അല്ലേ. എന്ത് ഫ്രൂട്ടാണ് വരയ്ക്കുക? അവക്കാഡോ ആയിക്കോട്ടെ. അവക്കാഡോ ആണോ ഇത്? ഓക്കെ, അവക്കാഡോ. അതിൻ്റെ ഉള്ളിൽ ഇത് ഫ്രൂട്ട്. അതിൻ്റെ ഉള്ളിലല്ലേ നമ്മളെ സീഡ് കാണുന്നത്. അതായത് സീഡിനെ ക്യാരി ചെയ്യുന്ന ആളാണ് ഫ്രൂട്ട്. സീഡിനെ ക്യാരി ചെയ്യുന്ന ആളാണ് ഫ്രൂട്ട്. സീഡ് മുളച്ചിട്ടാണ് വേറൊരു വലിയ പ്ലാന്റ് ആവുക. അങ്ങനെ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ. ഇത് നമ്മുടെ സ്പോർ. അപ്പോൾ സ്പോറിനെ ക്യാരി ചെയ്യാൻ ആൾ വേണ്ടേ? സ്പോറിനെ നമുക്ക് ഇങ്ങനെ എടുത്ത് നിൽക്കാൻ ഒരാൾ വേണ്ടേ? അതാണ് നമ്മുടെ ഫ്രൂട്ടിംഗ് ബോഡി. നിങ്ങൾ ഈ കാണുന്ന ഫംഗസ് ഒക്കെ അധികവും അതിൻ്റെ ഫ്രൂട്ടിംഗ് ബോഡി ആയിരിക്കും. നമ്മളെ കണ്ണുകൊണ്ട് വലുതായി കാണുന്ന എല്ലാ ഫംഗസിൻ്റെയും ഫ്രൂട്ടിംഗ് ബോഡിയാണ് നമ്മൾ കാണുന്നത്. ഫോർ എക്സാമ്പിൾ ദാ ഇവിടെ നോക്കിക്കേ, ഇത് എൻറ്റയർ സ്ട്രക്ചർ നമ്മൾ കാണുന്ന ടിപ്പിക്കൽ മഷ്റൂമിൻ്റെ ചിത്രം, ഇതൊരു ഫ്രൂട്ടിംഗ് ബോഡിയാണ്. ഇനി ഇങ്ങനെ ഒരു ബ്രാക്കറ്റ് ഫഞ്ചൈസ് ഉണ്ടാവും, ഇങ്ങനെ മരത്തിൻ്റെ മുകളിൽ ഇങ്ങനെ കാണുന്ന ആൾക്കാർ, ഇവർ ഇതിൻ്റെ ഫ്രൂട്ടിംഗ് ബോഡിയാണ്. ഇനി ഒരു സാക്ക് പോലെ, ഒരു കപ്പ് പോലെ കാണുന്ന ഫംഗസ് ഉണ്ടാവും, ഇതും അതിൻ്റെ ഫ്രൂട്ടിംഗ് ബോഡിയാണ്. യഥാർത്ഥത്തിൽ ഉള്ള ഫംഗസ് ആളെവിടെയാണ് ഉള്ളത്? മണ്ണിൻ്റെ അടിയിൽ, അല്ലെങ്കിൽ ഏത് സബ്സ്ട്രാറ്റത്തിൻ്റെ മുകളിലാണോ നിൽക്കുന്നത് അതിൻ്റെ ഉള്ളിലാണ്. മൈസീലിയം പോലെ, നാര് പോലെ, നമ്മളെ പ്ലാന്റിൻ്റെ റൂട്ട് പോലെ കാണുന്ന ആൾക്കാർ, ഇവരാണ് ശരിക്കും ഫംഗസ്. അവരുടെ സീഡ് പുറത്തേക്ക് വരുത്താൻ, അവരുടെ സ്പോറ് പുറത്തേക്ക് വരുത്താനുള്ള ഒരു കുട പോലെയുള്ള ഒരു സ്ട്രക്ചർ മാത്രമാണ് ഫ്രൂട്ടിംഗ് ബോഡി. ഇനി തെറ്റിദ്ധരിക്കരുത്, ഈ കുട പോലെയുള്ളത് മാത്രമാണ് ഫ്രൂട്ടിംഗ് ബോഡി എന്ന് വിചാരിക്കരുത്. പുറത്തേക്ക് കാണുന്ന ഇത് ഫ്രൂട്ടിംഗ് ബോഡിയാണ്. ഓക്കെ, നോക്കാട്ടോ, ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓരോ സാധനം നോക്കുമ്പോഴും ഞാൻ പറഞ്ഞുതരാം. ഇതെന്താണ്? ഇത് ഫ്രൂട്ടിംഗ് ബോഡി അല്ലേ? ഇപ്പോൾ പറഞ്ഞതനുസരിച്ച് ഇത് ഫ്രൂട്ടിംഗ് ബോഡിയാണ്. ഇതതിൻ്റെ മൈസീലിയത്തിൽ ഇതൊക്കെ ഫ്രൂട്ടിംഗ് ബോഡീസ് ആയിരിക്കും. ഇതൊരു ഫ്രൂട്ടിംഗ് ബോഡി കാണാനില്ല, മൈസീലിയമാണ് അധികം ഉള്ളത്. ഓക്കെ, ഇത് ലൈക്കണാണല്ലോ. ലൈക്കണ്ട ഇതിൽ ഫംഗൽ പാർട്ട്ണറിൽ ഈ ഒരു ഭാഗം വരുമല്ലോ, ഇത് ഫ്രൂട്ടിംഗ് ബോഡിയാണ് കേട്ടോ. ഒന്ന് നോക്കണേ, ഇത് ഫ്രൂട്ടിംഗ് ബോഡിയാണ്. അപ്പോത്തീസി എന്ന് പറയും. ഇപ്പോൾ പേടിക്കേണ്ട, കുറച്ച് കഴിയുമ്പോഴേ പഠിക്കാനുള്ളൂ, അപ്പോൾ പഠിച്ചാൽ മതി. ഓക്കെ, ഇനി ഏതാ നമുക്ക് അത്രയേ ഉള്ളൂ. ഫ്രൂട്ടിംഗ് ബോഡി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ ഞാൻ ഓരോന്ന് പറഞ്ഞുതരാം കേട്ടോ. ഓരോ ഫംഗസിൻ്റെ ചിത്രം കാണിക്കുമ്പോൾ അതിൻ്റെ ഫ്രൂട്ടിംഗ് ബോഡി ഏതാണെന്ന് നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞു, ചിത്രം നോക്കണം, ചിത്രം നോക്കി പഠിക്കണം. ചിത്രം നോക്കിയാൽ നമുക്ക് അതിൻ്റെ ക്ലൂസ് ഉണ്ടാവും. ആ ക്ലൂസ് വെച്ച് പഠിക്കാൻ നോക്കാം കേട്ടോ.